أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഈ വ്രതാനുഷ്ഠാനം ചില നിശ്ചിത ദിവസങ്ങളിലാണ്. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും താൽക്കാലികമായി രോഗിയോ യാത്രയിലോ ആയാൽ മറ്റു ദിവസങ്ങളിൽ അവർ എണ്ണം പൂർത്തീകരിച്ചു കൊള്ളട്ടെ. പ്രായശ്ചിത്തം നൽകുന്നതിന് കഴിവുള്ളവർ ഒരഗതിയുടെ ആഹാരം പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ്. ഇനി ആരെങ്കിലും പൂർണ്ണമായ അനുസരണം പുലർത്തിക്കൊണ്ട് വല്ല നന്മയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമത്രേ. ഈ വചനത്തിൻ്റെ തഫ്സീറിൽ സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു: അയ്യാമും മഅദൂദാത്ത്, അതേപോലെ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്നീ പ്രയോഗങ്ങൾ ഈ നോമ്പ് ഐച്ഛികമല്ല, മറിച്ച് നിർബന്ധമാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ അയാൾ ആ എണ്ണം പിന്നീട് എപ്പോഴായാലും പൂർത്തിയാക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചത്. റമദാൻ ദിവസങ്ങളിൽ ഞാൻ രോഗിയോ യാത്രയിലോ ആയിരുന്നു, അതുകൊണ്ട് റമദാനിന് ശേഷം ഞാൻ എന്തിനു നോൽക്കണം എന്ന് ഒരാൾക്ക് പറയാനാവില്ല. കുത്തിബ അലൈക്കുമുസ്സിയാം എന്നതിലൂടെ റമദാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ചല്ല, മറിച്ച് പൊതുവായ നോമ്പിനെ കുറിച്ചാണ് അർത്ഥമാക്കുന്നത് എന്ന് കരുതുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവരുടെ വാദം ശരിയാണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ എണ്ണം പൂർത്തിയാക്കുക എന്ന വാചകത്തിന് പ്രസക്തിയില്ലാതാകും. നോമ്പ് നിർബന്ധമാണെന്ന് പറയുന്നതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമതായി അയ്യാമ മഅദൂദാത്ത് എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ ശരീഅത്ത് നിശ്ചയിച്ച പ്രത്യേക ദിവസങ്ങളിലെ നോമ്പിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി അയ്യാമിൻ ഉഖർ എന്ന പ്രയോഗം ഈ ദിവസങ്ങൾ ഒരു പ്രത്യേക മാസവുമായി ബന്ധപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നു. രോഗിയോ യാത്രക്കാരനോ ആയ ഒരാൾ രോഗാവസ്ഥയിലോ യാത്രയിലോ നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന നിർദ്ദേശമാണ് അള്ളാഹു നൽകുന്നത്. പകരം മറ്റ് ദിവസങ്ങളിൽ ആ എണ്ണം പൂർത്തിയാക്കണം. റമദാൻ മാസത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ രണ്ട് തരം അതിരുകടന്ന നിലപാടുകൾ നിലനിൽക്കുന്നതായി എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വശത്ത് അഭ്യസ്തവിദ്യരായ പലരും റമദാനിൻ്റെ അനുഗ്രഹങ്ങളിൽ വിശ്വസിക്കാത്തവരും ശരിയായ രോഗമോ മറ്റ് കാരണങ്ങളോ ഇല്ലാതെ തന്നെ നോമ്പ് ഉപേക്ഷിക്കുന്നവരുമാണ്. മറുവശത്ത് ഇസ്ലാം മുഴുവൻ നോമ്പിൽ മാത്രമാണെന്ന് പരിമിതപ്പെടുത്തി കാണുന്നവരുമുണ്ട്. രോഗികൾ, ദുർബലർ, വയോധികർ, കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ എന്നിവർ പോലും രോഗം വർദ്ധിച്ചാലോ ആരോഗ്യം നശിച്ചാലോ പരിഗണിക്കാതെ നോമ്പ് നോൽക്കണമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് നിലപാടുകളും അതിരുകടന്നതാണ്. മനുഷ്യനെ അവൻ്റെ വിജയത്തിൻ്റെ പാതയിൽ നിന്ന് തടയുക എന്നത് ഇസ്ലാമിൻ്റെ ലക്ഷ്യമല്ല. ശരീഅത്ത് എന്നത് ഒരു നിർബന്ധിത പിഴ ആയിരുന്നെങ്കിൽ ഒരാൾക്ക് ആ ഭാരം ചുമക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കാതെ അത് നിർബന്ധമാക്കുമായിരുന്നു. ഉദാഹരണത്തിന്, സർക്കാർ ഒരു പിഴ ചുമത്തിയാൽ അത് അടക്കാൻ ആ വ്യക്തിക്ക് ശേഷിയുണ്ടോ എന്ന് നോക്കാറില്ല. വീട് വിറ്റോ പട്ടിണി കിടന്നോ അത് അടയ്ക്കേണ്ടി വരും. എന്നാൽ ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്ലാമിലെ കൽപ്പനകൾ പിഴയല്ല, മറിച്ച് മനുഷ്യൻ്റെ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നാണ്. അവ പാലിക്കുന്നതിലൂടെ മനുഷ്യന് ആശ്വാസം ലഭിക്കുകയും അവൻ്റെ പുരോഗതിയുടെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. ശരീഅത്തിനെ ഒരു ഭാരമായി കാണുന്ന മതവിശ്വാസികൾക്ക് എന്തു തന്നെയായാലും തങ്ങളുടെ മതനിയമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും
എന്നാൽ ഏത് മതത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യൻ്റെ നന്മ മാത്രം ലക്ഷ്യം വെക്കുന്നുവോ അവിടെ ലാഭനഷ്ടങ്ങൾ താരതമ്യം ചെയ്യപ്പെടുകയും ഏറ്റവും ഉപകാരപ്രദമായത് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ ചില കൽപ്പനകളിൽ ചില നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആ നിബന്ധനകൾ ഒരാളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ആ കൽപ്പന പാലിക്കേണ്ടതുള്ളൂ. ഇത് ശാരീരികമായ ആരാധനകൾക്ക് മാത്രമല്ല, സാമ്പത്തികമായ ആരാധനകൾക്കും ബാധകമാണ്. ഉദാഹരണത്തിന് സക്കാത്ത്, ഹജ്ജ് എന്നിവ. ഹജ്ജിന് സാമ്പത്തിക ശേഷിയും സുരക്ഷയും ആരോഗ്യവും നിബന്ധനയാണ്. സക്കാത്തിനൊരു പ്രത്യേക അളവ് ധനം ഒരാളുടെ പക്കൽ ഒരു വർഷം അധികമായിരിക്കണം എന്നത് നിബന്ധനയാണ്. നമസ്കാരത്തിന് നിൽക്കാൻ കഴിയാത്തവർക്ക് ഇരുന്നും ഇരിക്കാൻ കഴിയാത്തവർക്ക് കിടന്നും നമസ്കരിക്കാം എന്ന നിബന്ധനയുണ്ട്. അതുപോലെ തന്നെയാണ് റമദാനിലെ നോമ്പിൻ്റെ കാര്യവും. ശരീഅത്ത് ചെറിയ കുട്ടികളെ നോമ്പ് നോൽക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടെന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പ്രായപൂർത്തിയാകാറായ കുട്ടികൾക്ക് ചില നോമ്പുകൾ അനുഷ്ഠിക്കാൻ പരിശീലനം നൽകേണ്ടതുണ്ട്. എനിക്ക് ഓർമ്മയുള്ളിടത്തോളം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് ആദ്യത്തെ നോമ്പ് നോൽക്കാൻ അനുവാദം നൽകിയത് 12 അല്ലെങ്കിൽ 13 വയസ്സായപ്പോഴാണ്. എന്നാൽ ചില ആളുകൾ 6-7 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കുകയും അതിന് പുണ്യം ലഭിക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു. ഇത് പുണ്യമായ കാര്യമല്ല, മറിച്ച് ക്രൂരതയാണ്. കാരണം ഇത് വളർച്ചയുടെ പ്രായമാണ്. എന്നാൽ പ്രായപൂർത്തിയാകാറാവുകയും നോമ്പ് നിർബന്ധമാക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് തീർച്ചയായും പരിശീലനം നൽകണം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യ നോക്കിയാൽ 12-13 വയസ്സാകുമ്പോൾ മുതൽ കുറച്ചൊക്കെ പരിശീലനം നൽകുകയും ഓരോ വർഷവും ചില നോമ്പുകൾ എടുപ്പിക്കുകയും ചെയ്യും. നോമ്പിനെ സംബന്ധിച്ച് 18 വയസ്സാണ് പ്രായപൂർത്തിയാകുന്ന പ്രായമെന്നതാണ് എൻ്റെ അഭിപ്രായം. ശാരീരിക രൂപം നോക്കി മാത്രം ഒരാൾക്ക് നോമ്പെടുക്കാമെന്ന് തീരുമാനിക്കരുത്. ചിലർ പുറമേ നോക്കിയാൽ തടിച്ചു കൊഴുത്തവരാണെങ്കിലും അവർ രോഗികളായിരിക്കും. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്ക് വിശപ്പും ദാഹവും സഹിക്കുന്നത് അപകടകരമാണ്. അതിനാൽ ക്ഷീണം രോഗമാണോ എന്ന് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. ഒരു ഡോക്ടർ നോമ്പ് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞാൽ പുറമേ ആരോഗ്യവാനായി തോന്നിയാലും അയാൾ നോമ്പ് നോൽക്കാൻ പാടില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഫത്വയും ഇതാണ്. ഒരിക്കൽ പറഞ്ഞു, രോഗിയായിരിക്കുമ്പോഴോ യാത്രയിലായിരിക്കുമ്പോഴോ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നവൻ അള്ളാഹുവിൻ്റെ വ്യക്തമായ കൽപ്പനയെ ലംഘിക്കുകയാണ്. തുടർന്ന് അള്ളാഹു അരുൾ ചെയ്യുന്നു, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തഅമുൻ മിസ്കീൻ. ഇവിടെ യുതീഖൂനഹു എന്നതിനെ സംബന്ധിച്ച് പല വിശദകർത്താക്കളും പല അഭിപ്രായങ്ങളാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ വീക്ഷണം ഇതാണ്. യുതീഖൂനഹു എന്നാൽ ആരോഗ്യം ക്ഷയിച്ചവർ എന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ളവർ നോമ്പ് ഉപേക്ഷിക്കുമ്പോൾ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകണം. മറ്റൊരു നിഗൂഢമായ അർത്ഥം എനിക്ക് അള്ളാഹു വെളിപ്പെടുത്തി തന്നത് ഇതാണ്. ചെറിയ രോഗമുള്ളവരോ അല്ലെങ്കിൽ പ്രയാസമില്ലാത്ത യാത്രയിലുള്ളവരോ നോമ്പ് ഒഴിവാക്കിയാൽ അവർ പിന്നീട് നോമ്പ് നോൽക്കുന്നതിനൊപ്പം ഒരു ഫിദിയ കൂടി നൽകണം. കാരണം നോമ്പ് ഒഴിവാക്കാനുള്ള അവരുടെ തീരുമാനം ഒരുപക്ഷെ തെറ്റായിരുന്നിരിക്കാം. അവർ രോഗിയാണെന്ന് കരുതി, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് നോമ്പ് ഒഴിവാക്കാൻ മാത്രമുള്ള രോഗമായിരിക്കില്ല. ഈ സംശയത്തിനുള്ള പ്രായശ്ചിത്തമായി അവർ ഫിദിയ കൂടി നൽകണം. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യ, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീക്ഷണവും ഇതായിരുന്നു. അദ്ദേഹം രോഗാവസ്ഥയിലോ യാത്രയിലോ നോമ്പ് ഒഴിവാക്കിയാൽ റമദാനിൽ ഫിദിയ നൽകുകയും പിന്നീട് ആരോഗ്യമുണ്ടാകുമ്പോൾ ആ നോമ്പുകൾ നോറ്റ് വീട്ടുകയും ചെയ്യുമായിരുന്നു. ഫിദിയ നൽകുന്നത് കൊണ്ട് നോമ്പ് ഒഴിവാകില്ല, മറിച്ച് റമദാനിൻ്റെ പവിത്രമായ ദിനങ്ങളിൽ എല്ലാവർക്കുമൊപ്പം ആരാധനയിൽ പങ്കുചേരാൻ കഴിയാത്തതിലുള്ള പ്രായശ്ചിത്തമാണിത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലി മുഹമ്മദ്.